ട്രെയിനൊന്നും ഇപ്പൊ ഇല്ലേ? പരശുരാം പോയോ? പരശുരാമനൊക്കെ മഴൂർന്ന് കേരളം സൃഷ്ടിച്ച് എന്നേ പോയി കേട്ടോ. ചേട്ടൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത്? തോൽവിയല്ലേ? ലേശം. നേത്രാവതി എത്ര അവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് 10 ദിവസം അവധി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് ജോയിൻ ചെയ്തോളൂ. ഇനി ക്രിസ്മസിനേ ഉള്ളൂ അവധി. എത്ര അവധി എന്നല്ല ചേട്ടാ, നേത്രാവതി എക്സ്പ്രസ് പോയോന്ന്. ആ ചേട്ടൻ ഈ ട്രെയിനിന്റെ കാര്യമാണോ ചോദിക്കണത്? ആ പരശുരാം ഒരു 10 മിനിറ്റ് മുമ്പ് പാസ് ചെയ്ത് പോയി. ഇനി നേത്രാവതി വരാനുണ്ട്. എത്ര മണിക്കാ? അത് ഉച്ചയ്ക്ക് ശേഷമുള്ളൂ ഇനി ട്രെയിനൊക്കെ. അല്ല എങ്ങോട്ട് പോകാനാണ്? മേളിലോട്ട് പോവാൻ. മേളിലോട്ട് പോകാൻ ട്രെയിൻ ഇല്ല. അങ്ങോട്ട് ട്രെയിൻ ഉണ്ട്, ഇങ്ങോട്ടുണ്ട്. പക്ഷെ മേളിലേക്ക് ട്രെയിൻ ഇല്ല. അപ്പൊ നീ ചേട്ടാ ട്രെയിന് തലവെക്കാൻ. ട്രെയിന് തല എഞ്ചിൻ ഉണ്ടല്ലോ, പിന്നെ താനെന്തിനാ കൊണ്ട് തല വെക്കേണ്ട കാര്യമുണ്ട്? എന്റെ പൊന്നോ, ചാവാനാണ് ചേട്ടാ. ചാവാൻ വേണ്ടി ഇറങ്ങിയതാണാ? ആ ഞാൻ വിശദമായിട്ട് ചോദിക്കണേട്ടപ്പോ റെയിൽവേ മിനിസ്റ്റർ അങ്ങാട്ട് വന്നു കരുതി. ഇതെന്താ ഈ കഷത്തിലൊരു പുതിയ കേട്ടല്ലോ? ചോറ് ചാവടാക്കത്തിനാണോ ചോറ്? റെയിൽവേയുടെ കാര്യമല്ലേ, ട്രെയിൻ എപ്പോഴാ വരുന്നതെന്നും പറയാൻ പറ്റില്ലല്ലോ. പട്ടിണി കിടന്ന് ചാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചോറ് കരുതിയതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആയിക്കോട്ടെ, സന്തോഷം. അല്ല ഏട്ടാ, ഈ ചാവാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഈ റെയിൽവേ പാളത്തിന് തലവെക്കണമെന്ന് ഇത്ര എന്താ ആഗ്രഹം? അത് ഞങ്ങൾ കുടുംബപരമായിട്ട് ഈ റെയിൽവേയായിട്ട് നല്ല ബന്ധമുള്ളവരാ. ഉവ്വ. എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച് വളർത്തി റെയിൽവേയിൽ ഒരു ഉദ്യോഗസ്ഥനാക്കണമെന്നായിരുന്നു. ആ. ഞാൻ പഠിച്ചതുമില്ല, റെയിൽവേയിൽ ജോലിയും കിട്ടില്ല. ആ. ജീവിച്ചിരുന്നപ്പോഴോ എനിക്ക് റെയിൽവേയിൽ ഒരു ഉദ്യോഗസ്ഥനാകാൻ പറ്റിയില്ല. മരിച്ചപ്പോഴേലും റെയിൽവേ ആയിട്ടൊരു ബന്ധം ഉണ്ടാവണല്ലോ മരിക്കുമ്പോ. അത് ബന്ധമുണ്ടായിക്കോളും. ആണല്ലേ? താൻ തല വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ പോലീസ് തന്റെ പേരിൽ കേസ് എടുക്കും. പിന്നെ ഉണ്ടാവേണ്ടിയായിട്ട് താൻ നടക്കേണ്ടവര് കുത്തിക്കെട്ടി ചത്തു കഴിഞ്ഞാൽ എന്നെ പിന്നെ തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ. തനിക്കെതിരുണ്ടാവില്ല. പക്ഷെ തന്റെ വീട്ടുകാരെ എന്റെ ആ, പറയാം. അവരനുഭവിച്ചോട്ട്. അത് ഈ ചാവാനുള്ള കാരണം എന്താണ്? അങ്ങനെ ചോദിക്കും, വിഷമമുള്ള കാര്യങ്ങൾ ചോദിക്കേട്ടാ. എന്താണ്? 12 വർഷം ഞാൻ ഒരു പെണ്ണിനെ പ്രേമിച്ചു. ആ 12 ദിവസം മുമ്പാണ് ഞാൻ പ്രേമിക്കണ വിവരം അവൾ അറിയുന്നത്. ആ പെണ്ണറിയണത്? ആ പെണ്ണറിയണത്. എന്നിട്ടെന്തോ ഞാൻ അവളുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. എന്നെ കണ്ടോണ്ടേ അവള് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞല്ലേ? ആ പിന്നെ ഞാൻ അവളുടെ കാല് പിടിച്ച് കരഞ്ഞ് തൂങ്ങിച്ചാവൂന്നൊക്കെ പറഞ്ഞപ്പം അവൾ ഒരു വിധം ഓക്കെ ആയി, ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു. ആ പിന്നെ ചാവേണ്ട കാര്യം എന്താണ്? ഇന്ന് രാവിലെ അവളുടെ അച്ഛൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു ഈ നാറിക്ക് മാത്രം കെട്ടിച്ചേരുമല്ലോ, വേറെ ഏതെങ്കിലും വേണേലും നീ കെട്ടിക്കോളാൻ പറഞ്ഞു. തന്നെ കാണുന്നതാണ് കുഴപ്പം വന്നത്. എന്നെ കാണുമ്പോ എന്താണ് അത് പറ്റണേ? അത് തന്റെ കുഴപ്പമല്ല, തന്റെ ജനനത്തിന്റെ കുഴപ്പമാണത്. ആണല്ലേ? ആ അതെ, ഞാൻ ഒരു ദിവസം പറയട്ടെ, നിങ്ങൾ തമ്മിൽ പ്രേമമുള്ള പിന്നെ അച്ഛന്റെ കാര്യം ഒന്നും നോക്കണ്ട. ആ പെണ്ണിനെ വിളിച്ചിറക്കി വീട്ടിലോട്ട് കൊണ്ടുപോകും. തന്റെ അവളെ വിളിച്ചിറക്കി വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, വിളിച്ച് കയറ്റി കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. വീട്ടിൽ അതാണ് കുന്നിന്റെ മേളിലാണ് വീടേ. അതുകൊണ്ടാണ്. എന്നാലും അങ്ങനെ ചെയ്യണോ? താൻ പിന്നെ നോക്കി നിക്കണെന്തിനാണ്? ആ തന്ത പറയണ അപ്പുറത്തോട്ട് അവള് മാറൂല, ഒറ്റ മോളാണേ. അതാണ്. അതുകൊണ്ട് ഞാൻ ചാവാൻ തന്നെ തീരുമാനിച്ച് ഞാൻ ചാവുകയും ചെയ്യും. എന്റെ സുഹൃത്തെ, ഞാനൊരു കാര്യം പറയട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിതത്തിൽ പല പ്രതിസന്ധികളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. അതൊക്കെ തരണം ചെയ്ത്, ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ജീവിക്കുമ്പോഴാണ് അതൊരു ജീവിതമാവുന്നത്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യനാവുന്നത്. ഉപദേശിച്ചാലും ഞാൻ ചാവും. എന്റെ സുഹൃത്തെ, ഞാൻ പറയട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിസ്സാര കേസാണ് ഒരു പെണ്ണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. പോട്ടറോ അവളോട് പോകാൻ പറ. തന്റെ ലൈഫിലേക്ക് ഇനിയും പെണ്ണുങ്ങൾ വരും, അവളോടൊക്കെ പോകാൻ പറ. എന്താടി അപ്പുറത്തെ വീട്ടിലെ കോഴി നമ്മുടെ വീട്ടിലൊന്ന് മുട്ട കിട്ടുന്ന അതിനെന്താ കുഴപ്പം? അപ്പുറത്തെ വീട്ടിലെ സുനിയന്റെ മുട്ടക്കളാന്ന് വിളിച്ചെന്നാ ചത്തുകളയും ഞാൻ, ചത്തിയങ്ങളയും ഞാൻ. എന്റെ ശവം ഞാൻ തീറ്റിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിനോട് കഴുത്തിൽ കൊടുക്കിട്ട് ഞാൻ റെയിൽവേ പാളത്തിന് തല വെച്ച് ഞാൻ വിഷം കഴിച്ച് ഞാൻ ചാവും. ഞാൻ പറഞ്ഞിരുന്നു ഞാനോട്. അപ്പൊ പറഞ്ഞു വന്നത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല സുഹൃത്ത്. ഇതെന്നാ ഞാൻ അങ്ങോട്ട് പറയുന്നു. ഇത്ര നേരം ഉപദേശിച്ചിട്ട് ഇപ്പൊ റെയിൽപാളത്തിൽ തല ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. എന്തൊരു കുന്തം പറഞ്ഞാലും ശരി, ഞാൻ ചാവൂന്ന് പറഞ്ഞാൽ ഞാൻ ചാവും. താൻ ചാവും? ചാവും. ഉറപ്പിച്ചേക്കാ. താൻ പോയി ചാവടൂ. ഞാൻ ഒരു കേസ് പറയട്ടെ, ചാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് തനിക്ക് ചത്തൂടെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന് അവരെ? പെറ്റ തള്ളക്ക് പച്ചവെള്ളം പോലും കൊടുത്തിട്ടില്ല, പിന്നല്ലേ ഇനിയിപ്പോ അത് ചെയ്യാം. എന്ത് കണ്ടിട്ടാണ് ഈ മേലോട്ട് പോകാൻ പോണത്? അവിടെ ചെന്ന് കഴിയുമ്പോണ്ടല്ല ചോദിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന്. അന്നേരം പപ്പാന്ന് പറയേണ്ട വരും. ചേട്ടാത്തൊന്നും ചേട്ടൻ മേലോട്ട് പോയിട്ടുണ്ടെന്ന്. പിന്നെ ആഴ്ചയിൽ പോയി വരില്ലല്ലോ എന്റെ പണി. ഇവിടെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് ചാവും. ചേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? കിഡ്നി ഇല്ലാത്ത ഒരാൾക്ക് താനൊരു കിഡ്നി കൊടുക്ക്. കിഡ്നിയാ? കൊന്നുകളയും തന്നെ. തന്നെ ഒന്നും ചെയ്യാത്തത് വേറെ വല്ലവരുന്നെങ്കിൽ ഇപ്പൊ ഇടിച്ചാ ഇല്ലാണ്ടായിക്കളെ. ഞാൻ താ ഒരു പാർട്ടിക്കാരനായി പോയി. പാർട്ടിക്കാരനാ? ആ കൊടിയും കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. പാർട്ടിയുടെ കൊടിയല്ല താൻ എന്തൊക്കെ പറയണത്? തനിക്ക് വല്ല മന്ത്രി ആയിക്കൂടെടോ? ഉടനെ തന്നെ പാർട്ടി മാറിയില്ല, പച്ചക്കൊടിയായല്ലേ. എടോ, ഇത് സിഗ്നൽ കാണിക്കുന്ന കൊടിയാണ്, അല്ലാണ്ട് പാർട്ടിയുടെ കൊടിയല്ല. പണ്ടാറടങ്ങാനായിട്ട് എന്തൊരു കുന്താണേലും ഞാൻ ചാവൂന്ന് പറഞ്ഞാൽ ഞാൻ ചാവും. ഒരു കിഡ്നിയും കൊടുക്കാൻ പറ്റത്തില്ല. എടോ, ഞാനൊന്ന് പറയട്ടെ, താൻ എന്തായാലും നാളെ താൻ ചാവും. നാളെ തന്നെ കൊണ്ട് കത്തിച്ച് കളയും. ഈ ശരീരം വെറുതെ നശിച്ചു പോകും.
ഒരു കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ജീവൻ കിട്ടൂലേ. തന്റെ ജീവൻ പോയിക്കോട്ടെ, അപ്പൊ ഒരാൾക്ക് ഒരു ജീവൻ കൊടുത്തിട്ട് പോ. ശരിയല്ലേ? പിന്നെ അങ്ങനെ ഉപകാരം ചെയ്യും, മനുഷ്യനാവും, എന്നിട്ട് മരിക്കും. ആണോ? ആ, എന്ത് കിട്ടും? കിഡ്നി കൊടുത്താൽ എനിക്ക് പുണ്യം കിട്ടും. പുണ്യം വല്ല പള്ളിയിലും കൊണ്ട് കൊടുത്താൽ മതി. അതല്ല, പൈസ എന്ത് കിട്ടുമെന്ന്? കാശ് നല്ല പാർട്ടിയാണ്. ഞാൻ പറഞ്ഞ് സംസാരിച്ചൊരു 4 ലക്ഷം രൂപ ഞാൻ വേണമെങ്കിൽ മേടിച്ചു. 4 ലക്ഷം രൂപ കാശായിട്ട് തന്നെ എന്റെ കയ്യിൽ തരണം കേട്ടോ. അത് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ കിഡ്നി കൊടുക്കാൻ ഓക്കെ? ഞാൻ വിളിച്ച് പറയും. കാരണം എന്റെ വകയിലൊരു കൊച്ചപ്പനാണ്. പുള്ളി ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാ വർക്ക് ചെയ്യണത്. സിഡ്നിയിൽ വെച്ച് പുള്ളിയുടെ കിഡ്നി പോയി. അപ്പൊ കിഡ്നി മാറ്റി വെക്കാൻ പുള്ളി സിഡ്നിയിൽ നിന്ന് ഇവിടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ കിഡ്നി മാറ്റി വെക്കുന്നവരെ ഡോക്ടർ പറഞ്ഞേക്കണത് എന്തെങ്കിലും ചട്നി കഴിച്ച് ജീവിച്ചോളാണ് പറഞ്ഞേക്കണത്. അപ്പൊ ഞാൻ പുള്ളിനെ വിളിച്ച് പറയാം. 4 ലക്ഷം രൂപ ഞാൻ സംസാരിക്കും. കുഴപ്പമില്ല, ക്യാഷായിട്ട് കിട്ടണം കേട്ടോ എനിക്ക്. പിന്നെ വേറെ കേസ് വാക്ക് മാറ്റരുത്. ഇല്ലില്ല. കൊച്ചപ്പ പുരുഷോത്തമനാണ്. കൊച്ചപ്പന ഒരു കിഡ്നിയുടെ കേസ് പറഞ്ഞിരുന്നില്ലേ? ആ പറ്റിയ ഒരു പാർട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. 4 ലക്ഷം രൂപയാണ് ചോദിക്കണത്. പൈസ വിഷയമല്ല. ഓക്കെ. അല്ല, ഇവിടെ ഞാനിവിടെ ഡ്യൂട്ടിയിലാണ്. ഇവിടെ ഗേറ്റിലുണ്ട്. പുള്ളിയുണ്ട് എൻ്റെ കൂടെ. ആണോ? ശരി. പുള്ളി ഇപ്പോൾ പുള്ളിയുടെ ഡോക്ടറുമായിട്ട് ഇപ്പോൾ വരും. അപ്പൊ ഈ സംഭവം പിന്നെ അന്നേരം താൻ കണക്കൂടാന്ന് പറഞ്ഞേക്കരുത്. ചട്നി കൊടുത്താൽ കാശ് തരുമോ? ചട്നി അല്ല, കിഡ്നി അല്ല, കിഡ്നി. അത് തന്നെ, കിഡ്നി. അത് കൊടുത്താൽ 4 ലക്ഷം രൂപ തരുമോ? 4 ലക്ഷം രൂപ തരുമോ? അല്ല, ഈ ചാവാൻ പോണ തനിക്കെന്താണ് കാശ്? അത് ശരിയാണല്ലോ. 4 ലക്ഷം രൂപ എനിക്ക് വരും. എന്റെ പെരവണി ഇറക്കണത് ശിവന് മണ്ണൊക്കെ ഇറക്കാൻ വേണ്ടിട്ടാ. 4 ലക്ഷം രൂപ താനെടുത്തോ. 2 ഉപകാരമായ ജീവിതത്തില്. അങ്ങനെയാണ് മനുഷ്യനായിട്ട് വേണം മരിക്കാനായിട്ട്. വാക്കാണ് ഞാൻ പറഞ്ഞ വാക്കാണ്. അതെ, കിട്ടിയുടെ കാര്യം പറഞ്ഞത് ആവെടുത്തില്ല. കൊച്ചപ്പൻ അസ്ത്രം വിട്ട പോലെ വന്നാണ്ട. ഹലോ, നമസ്കാരം കൊച്ചപ്പ. എന്തേ കാര്യങ്ങളൊക്കെ? ഇതാണ് ഓക്കെ, ഞാൻ കൊച്ചപ്പൻ. ഇത് അപ്പച്ചൻ. കൊച്ചപ്പന്റെ അപ്പച്ചനാ? അല്ലല്ല, ഡോക്ടർ അപ്പച്ചൻ. ഡോക്ടറുടെ അപ്പച്ചനാ? അതൊന്നും അല്ലടോ, ഇത് കൊച്ചപ്പൻ. ഇത് കൊച്ചപ്പനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അച്ചപ്പൻ. അപ്പച്ചൻ. ഇച്ചപ്പൻ. അക്കച്ചൻ. ഈപ്പച്ചൻ. അപ്പച്ചൻ. അപ്പച്ചൻ. ഇദ്ദേഹം എന്ന് വെച്ചാൽ വർഷങ്ങളായി എന്റെ ഫാമിലി ഡോക്ടറാണ്. പക്ഷെ ഞാൻ വീട്ടിൽ കയറ്റാറില്ല. നേരെ ക്ലിനിക്കിൽ പോയാണ് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യണത്. വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, അതുകൊണ്ടാണ്. സ്വന്തം വീട്ടിലും സ്വന്തം വീട്ടിലല്ല, പരിശോധിക്കാനായിട്ട് ഒരു വീട്ടിൽ കൊണ്ടുപോകാൻ അടുക്കളയിൽ നിന്ന് 3 പ്രാവശ്യം പോക്കി. വീട്ടിൽ കയറ്റിയില്ല. ആരാണ് ഇത്? ഇദ്ദേഹമാണ്. ജസ്റ്റ് മറ്റേ സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത്. ഞാൻ പരിശോധിച്ചോട്ടെ. ഞങ്ങളുടെ കിഡ്നിയാണ് കൊടുക്കാൻ പോകുന്നല്ലേ? എന്തിനാണ് എന്റെ ചുറ്റും കടന്ന് കറങ്ങണത്? കറങ്ങിയതല്ല മിസ്റ്റർ, തന്റെ കിഡ്നിയെ ഞാനൊന്ന് പരിശോധിച്ചതാണ്. അത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഈ ഡോക്ടർക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ വെച്ചാൽ എക്സ്റേ കണ്ണുകളാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയുന്നൂടെ താങ്കളുടെ കിഡ്നി അവിടെ തെളിഞ്ഞു വന്നിരിക്കും. മതി മിസ്റ്റർ, എന്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യന്റിന് എക്സ്റേ സ്കാനിങ് ഒന്നുമില്ല. ജസ്റ്റ് എന്റെ നേത്രങ്ങൾ കൊണ്ട് ഞാൻ നോക്കും, അപ്പൊ തന്നെ പറഞ്ഞു വിടണവരാരും പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല. അത് ചത്തുപോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് വരാത്തത്. ഈ പുള്ളിയുടെ കിഡ്നിയുടെ കംപ്ലൈന്റ് അറിയാൻ പറ്റും. ഞാൻ ഓസ്ട്രേലിയ വലിയൊരു ബിസിനസ്മാനാണ്. എനിക്കൊരു ബോസ് ഉണ്ട്, മിസ്റ്റർ ഡിസൂസ. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കിഡ്നി വീക്കായി പോയി. എനിക്ക് വളരെ സങ്കടമായി പോയി. ഞാൻ അല്പസ്വല്പം ചാരിറ്റിയുള്ള കൂട്ടത്തിലുള്ള ആളാണല്ലോ. എന്റെ ഒരു കിഡ്നി എടുത്ത് അതായത് വലത് കിഡ്നി എടുത്ത് ഞാൻ അദ്ദേഹത്തിന് ഡൊണേറ്റ് ചെയ്തു. ആ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറാണ് ഈ നിൽക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ദൗർഭാഗ്യകരം, എന്റെ ഇടത്തെ കിഡ്നി വീക്കായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് താങ്കളുടെ കിഡ്നി ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇടത്തെ കിഡ്നി കംപ്ലൈന്റ് ആണെന്നുള്ള ഡോക്ടർക്ക് മനസ്സിലായി? ഇല്ല, വലതല്ലേ കൊടുക്കണത്. വലത് കൊടുത്തതിന് ശേഷം പരിശോധിച്ചപ്പോഴാണ് ഇടത് വീക്കാണെന്ന് മനസ്സിലായത്. അല്ല, ഈ പുള്ളി എന്താണ്? പുള്ളി ആത്മഹത്യ, എന്തോ പ്രണയനൈരാശ്യം, പുള്ളി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നാണ്. ഞാൻ സംസാരിച്ച് കിഡ്നിയുടെ കേസ് ഞാൻ പറഞ്ഞ് ലെവലാക്കിയിട്ടുണ്ട്. പുള്ളി ഓക്കെയാണ്. കിഡ്നി താൻ കച്ചവടം ചെയ്തു. കിഡ്നി എനിക്ക് ഒരുപാട് പേഷ്യൻസിന് ഒരുപാട് അവയവങ്ങൾ വേണം. ബാക്കി ഞാൻ എടുത്തോട്ടെ. എടുത്തോട്ടെ എന്ന് വെച്ചാൽ അവനായിട്ട് സംസാരിച്ച് എന്താന്ന് വെച്ചാൽ ഡീൽ ചെയ്തു. കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തേക്കണം. അത് ചാകാൻ പോണവനെന്തിനാ? അല്ല, അതൊക്കെ എനിക്കാണ് വന്നു തരണം, അതുകൊണ്ടാണ്. അതെ, കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു. മരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് കിഡ്നി എന്തായാലും കച്ചവടമായി. ആ കരൾ എനിക്ക് തന്നുകൂടെ? കരളൊക്കെ ഞാൻ പണ്ടേ കൊടുത്തത്. കരളില്ലാതെ ഇയാൾ എങ്ങനെ ജീവിച്ചു? അതല്ല, പ്രേമിച്ച പെണ്ണിനെ ഞാൻ കൊടുത്തു എന്റെ കരള്. ഇവിടെ പ്രേമിച്ച പെണ്ണ് കരളോ ഹൃദയം എന്ത് വേണേലും കൊടുത്തു, ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്നും മൊബൈലിലൂടെ കുറെ കൊടുത്താണ് കരളുകൾ. തന്റെ കുറച്ച് അവയവങ്ങൾ ആവശ്യമായിട്ട് വരും. കണ്ണ്, അതുപോലെ ചെവിയുടെ ഡയഫ്രം. മൊത്തത്തിൽ ഒരു വില പറ. മൊത്തത്തിൽ നല്ല കാതലുള്ള ഒരു തേക്കിന്റെ കാശ് കൊടുക്കാം. ഈ അടിക്കച്ചവടമായിട്ട് വന്നാണ് ഈ പുള്ളി. അടിക്കച്ചവടല്ല, അടിക്കാണ് കണക്ക് പറഞ്ഞത്. ഒന്ന് പരിശോധിക്കട്ടെ. ചെക്ക് നീങ്ങി നിൽക്കൂ, കണ്ണു വീഴ്ചേ, നാക്കൊന്ന് ഇട്ടിക്കേ. ഈ ഇടത്തെ കണ്ണ് പ്രശ്നമാണല്ലോ. അത് പണ്ടോട്ടെ പെണ്ണുങ്ങളെ കാണുമ്പോൾ എന്തോ പോലെ ഇങ്ങനെ. അത് ഞരമ്പ് കടിച്ചു 250 രൂപ കുറയും. പിന്നെ മൂക്കിന്റെ പാലും എടുക്കാം, ചെവിയുടെ ഡയഫ്രം എടുക്കാം. ഹൃദയം വലിയ കുഴപ്പമില്ല. അങ്ങനെ അത്യാവശ്യം
വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, എഗ്രിമെന്റ് കുഴപ്പമില്ലല്ലോ. ഇല്ല. നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാം. Sign ചെയ്യാം. ഡോക്ടർ എഗ്രിമെന്റ് ഒന്ന് വായിച്ചു കൊടുത്തേ. ഓക്കെ. അറിയണമല്ലോ കാര്യങ്ങൾ. കാര്യങ്ങൾ അറിയണം, ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടോണം. പിന്നെ അതും ഇതും പറയരുത്. ഷോർട്ടായിട്ട് വിവരങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. എന്റെ ഒരു വൃക്ക ആക്കണത് 2 വൃക്ക അവൻ ചാവൻ നിൽക്കണല്ലേ? ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം. എന്റെ 2 വൃക്കയും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇദ്ദേഹത്തിന് നൽകിക്കൊള്ളാവുന്ന രേഖാമൂലം എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്നു. കേട്ടല്ലോ? സൈൻ ചെയ്തോളൂ. സൈൻ ചെയ്യൂ. ഇനി ഒരു സാക്ഷി വേണം. സാക്ഷി സൈൻ ചെയ്തോളൂ. ചെയ്തോളൂ. നിസ്സാരപ്പെട്ട ഒരു കേസല്ലേ ഉള്ളൂ. അപ്പൊ ഓക്കെ, എഗ്രിമെന്റ് കിട്ടിയല്ലോ. ഇനി നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. എന്താണ്? ചെക്ക് കൊടുത്തോളൂ. ശരിയാ. ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു adjustment ആണ്. ഡോക്ടർ, ഇപ്പൊ നമ്മുടെ എല്ലാ ഡീലിംഗ് അനുസരിച്ച് ഞാൻ ഈ സന്തോഷ വാർത്ത ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയാം. തീർച്ചയായിട്ടും. മോളെ വിളിച്ചു പറ. ഹലോ മോളെ, പപ്പയാണ്. പപ്പക്ക് കിഷ്ണി സിഡ്നി കിഡ്നി എന്റെ ഡോക്ടർ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞോളാം. ഡോക്ടറെ ഞാൻ പറഞ്ഞോളാം. മോളെ, ഡോക്ടർ അങ്കിളാണ്. കൃഷ്ണി ഞാനെന്ത് വണ്ടാറോ കൂടി കൃഷ്ണ അച്ഛന് കൃഷ്ണി ഋഷിയും കൃഷ്ണനൊന്നുമല്ല മോളെ, അച്ഛന് കിഡ്നി കിട്ടി. അത്രയുള്ള കാര്യം. ഡോക്ടറും കൂടി ഇറങ്ങിയേക്കണം. അല്ലെ കൃഷ്ണിയും കൂടി വിട്, ആ കേസ് വിട്. നമ്മൾ കാര്യത്തിലേക്ക് വാ. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യ്. അപ്പൊ 11 മണിക്കാണ് ഓപ്പറേഷൻ. എപ്പോ? നാളെ 11 മണിക്ക്. ഇപ്പൊ എടുക്കണം. പറമ്പിന്ന് കാറ്റിൽ പറിക്കണ പോലെ എടുക്കാനൊക്കെ അല്ല, കീറിട്ട് എടുക്കണം. അതിന് സമയം എടുക്കും. നാളെ നേഴ്സുമാർക്ക് തിയേറ്ററിലാണ്. അവർ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടല്ലോ. പിന്നെ എന്താ കുഴപ്പം? ഓപ്പറേഷൻ തിയേറ്ററിലല്ല, അവർ രോഗികൾക്കൊപ്പം സിനിമാ തിയേറ്ററിലാണ്. നാളെ ഓപ്പറേഷൻ നടക്കുള്ളൂ. എന്തുവാണ് നാളെ ഒരു ദിവസം കൂടി നിക്ക്. നാളെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താൻ ചാവ എന്ത് വേണമെങ്കിലും ചെയ്ത. അത് തന്നെ ഒരു നല്ല കാര്യം ചെയ്യാണ്ട്. ഇത് അവളാണല്ലോ. ഞാൻ 2 കൊടുത്തിട്ടേ ഞാൻ ചാവത്തുള്ളൂ. എന്താടി? ഹലോ, എന്താണ്? ചേട്ടൻ എവിടെ ചേട്ടാ? ഞാൻ തീവണ്ടിക്ക് തലവെക്കാൻ വന്നിരിക്കണടി. അയ്യോ ചേട്ടാ, എന്ത് പണിയെ കാണിച്ചേ? ഞാൻ അച്ഛനോട് പറഞ്ഞ എല്ലാ കാര്യവും ഓക്കെ ആക്കിയിട്ടുണ്ട് ചേട്ടാ. എന്താണ്? നമ്മുടെ കല്യാണക്കാര്യം. ആണാ? ചേട്ടൻ ഇപ്പൊ എവിടെ നിക്കണേ? ഞാനേ ഞങ്ങളുടെ വീടിന്റെ താഴത്തെ റെയിൽവേ ഗേറ്റ് ഇല്ലേ, അവിടെ ഇപ്പൊ ഉണ്ട്. ആണോ? എന്നൊരു കാര്യം ചെയ്യ്, അവിടെ തന്നെ നിന്നോ. ഞാൻ അച്ഛനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരാം. പെട്ടെന്ന് വാ. ഓക്കെ. 11 മണിയൊക്കെ ആവുമ്പോൾ ഞാൻ പുള്ളിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ 11 മണിക്ക് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നേരെ കിഡ്നി ഇവിടെ എടുത്ത് വെക്കുന്നു. ബാക്കി സാധനങ്ങൾ ഒരു കവറിലിട്ട് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. വരുന്നവർക്ക് കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഡീലിങ് എനിക്കുള്ളത് എന്താന്ന് വെച്ചാൽ അത് തന്നോളാം. എങ്ങോട്ട് പോകുന്നു? ഞാൻ അങ്ങോട്ട് വരാം. അല്ല, മൂത്രം ഒഴിച്ചിട്ട് ഞാൻ കൂടെ വരാം. വൃത്തികെട്ട ഡോക്ടർ മൂത്രം ഒഴിക്കുന്ന കാണാം. വൃത്തികേടൊന്നും അല്ല. താനേ വൃക്ക ഞങ്ങൾക്ക് തരാമെന്ന് സമ്മതിച്ചിരിക്കണം. എഗ്രിമെന്റ് ചെയ്ത് നാളെ 11 മണി വരെ എന്റെ നിരീക്ഷണത്തിലാണ്. എന്നെ വിട്ട് ഒരിടത്തും പോകാൻ ഞാൻ സമ്മതിക്കല്ല. ഇങ്ങോട്ട് വാ. പിടിച്ചേ. വെള്ള പേപ്പറിനകത്ത് വെറുതെ എഴുതി ഒപ്പിട്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്തോ? ഇത് വെള്ള പേപ്പർ അല്ല, ഇത് 10,000 രൂപ വിലയുള്ള മുദ്രപത്രമാണ്. എടോ, നിയമം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. മുദ്രപത്രത്തിലൊക്കെ പേരെഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ല, പിന്നെ അത് നിയമമാണ്, നിയമത്തിന്റെ വശമാണ്. നൂലാമാലകളായിരിക്കുള്ളൂ. അതെ, ഞാൻ ചെക്ക് ഒന്ന് നോക്കട്ടെ. എന്തിനാ ചെക്ക് തന്നെ? ഏത് ബാങ്കിലേന്ന് അറിയണേ? എനിക്ക് പരിചയമുള്ളതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് മേടിച്ചു തരാം പൈസ. ചെക്ക് പിടി. എനിക്ക് വാക്ക് പ്രകാരം പറഞ്ഞ എനിക്ക് കിഡ്നി മതി. ചെക്ക് വേണ്ട. കിഡ്നി തരാൻ എനിക്ക് മനസ്സില്ല. എന്തോ നിന്നോട് 4 പ്രാവശ്യം ചോദിച്ചാലോ ഞാൻ തരത്തില്ലടാ കിഡ്നി. എന്താ ഈ നേരത്തെ വർത്തമാനം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നിങ്ങളങ്ങ് മാറിക്കേ. അയാളെ ഒന്നും ചെയ്യല്ലേ. അയാളെ വർത്താനം പറഞ്ഞ കൊച്ചപ്പ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കിഡ്നിയാണ് പോണത്. ചേട്ടാ പോണത്. ചേട്ടാ, ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. അതെന്താ? എന്റെ പല അവയവങ്ങളും ഞാൻ അവർക്ക് കൊടുക്കാന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കും. എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ അപ്പനെ ഈ സമയം ഓരോരോ വാക്കുകൾ മാറ്റി പറയാനുണ്ടല്ലോ ഈ പ്രശ്നം. നീ എന്നെ കെട്ടൂലെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചാവനായിട്ട് ട്രെയിൻ വളർത്തി തലവയ്ക്കാൻ വന്നപ്പോ ആ ഗേറ്റ് വാച്ചർ എന്റെ അടുത്ത് പറഞ്ഞ് എന്തായാലും ചാവാൻ പോവല്ലേ, അവയവൊക്കെ ദാനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കിഡ്നി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് 4 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ച് പുള്ളിക്ക് കൊടുത്തു. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ചെയ്യൂന്ന് എഗ്രിമെന്റ് എഴുതി കൊടുത്തില്ലേ? അതിപ്പോ എന്ത് ചെയ്യാനാണ്? എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കും മനുഷ്യ. അച്ഛൻ്റെ അടുത്ത് എന്താണോ കാര്യം? പെണ്ണ് കല്യാണത്തിന് സമ്മതിച്ചു ചേട്ടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. ഇതൊക്കെ മനസ്സിലാക്കേണ്ട താൻ എടുത്തിയാടി പുറപ്പെട്ടിട്ട് പുള്ളിയാണെങ്കിൽ കിഡ്നി റാഞ്ചാൻ വേണ്ടി നിൽക്കുകയാണ്. പുള്ളി ഇനി അത് പിന്മാറുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും കഷ്ടമുണ്ടോ? എന്തായാലും ഒന്ന് റെഡിയാക്കി താഴെ. എന്തൊരു കഷ്ടം. ഒരു കാര്യം ചെയ്യ്, തൻ്റെ അമ്മായച്ചൻ്റെ കിഡ്നി കൊടുക്കുമെന്ന് ചോദിക്കും. കാരണം
താൻ ചെറുപ്പമല്ലേ, തനിക്കൊരു ജീവിതമുണ്ട്. അങ്ങേരൊക്കെ ചാവാൻ കിടക്കണാണ്. ഒന്ന് സംസാരിച്ച് ഒന്ന് ഡീൽ ചെയ്യും. തൻ്റെ കഴിവ് പോലെ ഇരിക്കും. ചെല്ല്, എനിക്ക് പെണ്ണ് കേട്ടോ ചേട്ടാ. അനുഗ്രഹിക്കണേ അമ്മാവ. നന്നായി വരും. എണീക്ക് മക്കളെ, അച്ഛന് ആദ്യത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ സന്തോഷായി. അതുകൊണ്ട് 50 സെന്റ് സ്ഥലവും 4 ലക്ഷം രൂപയും മക്കൾക്ക് അച്ഛൻ സ്ത്രീധനായിട്ട് തരും. പക്ഷെ മാരുതിക്കാരല്ലാട്ടാ. മാരുതിക്കാർ വേണ്ട, പിന്നെ അച്ഛന്റെ കിഡ്നി ഒന്ന് തരൂ. ആദ്യമായിട്ടാണ് സ്ത്രീധനായിട്ട് കിഡ്നി ചോദിക്കണത്. എടി മോളെ ഇവൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് ഒന്ന് ചോദിച്ചേ. അല്ല ചേട്ടന്റെ കിഡ്നി ഇവർക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞ എന്തൊക്കെയോ മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ആ. മുദ്രപത്ര ആ. ആ മുദ്രപത്രം നോക്കട്ടെ. ഇതൊക്കെ മുദ്രപത്രമല്ല, നോക്ക്. വായിച്ചോ. ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. എടി മോളെ ഒന്ന് വായിച്ചടി. നോക്കട്ടെ. നോക്ക്, വ്യക്തമായിട്ട് നോക്ക്. മടുത്ത കളി. ദേ ഇങ്ങ് നോക്ക്. ഇവിടെ എന്റെ ചേട്ടൻ സൈൻ ചെയ്തേക്കണതേ സാക്ഷിയുടെ സ്ഥാനത്താ. കിഡ്നി കൊടുക്കാന്ന് സമ്മതിച്ച് ഒപ്പിട്ടേക്കണത് പാട്ടപ്പിള്ളിൽ പുരുഷോത്തമനാ. അത് ഞാനാണ്. ആ, അങ്ങേരാണ് ഒപ്പിട്ടേക്കണത്. വിശ്വാസമാ? സംഭവം പണി പാളിയിരിക്കാൻ. എന്താണ് താൻ ഒപ്പിട്ടേക്കണത് 2 വൃക്കകളും തന്റെ സമ്മതപ്രകാരം ഇയാൾക്ക് കൊടുക്കാന്നാണ്. മറ്റേ സാക്ഷിയാണ്. താൻ പറഞ്ഞിട്ടല്ലോ ഞാൻ ഒപ്പിട്ടത്. അവിടെ തന്നോട് ഒപ്പിടാൻ പറയുമ്പോൾ 4 ലക്ഷം രൂപ ഇങ്ങനെ ഒപ്പിട്ടപ്പോ ആലോചിക്കണായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനൊക്കെ അത് സാക്ഷിയുടെ മാറ്റി മാറ്റിയൊന്നും ഒപ്പിടാൻ പറ്റില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇനി എന്റെ ചേട്ടനെ കൂടെ എനിക്ക് പോവാലോ. ഓക്കെ. പാവത്തിന് ചത്ത് കഴിഞ്ഞാൽ കല്യാണത്തിന് വരാൻ പറ്റൂല. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ, എനിക്ക് കിട്ടാനുള്ള കിട്ടിയത്. അവര് പോയി. അപ്പൊ നിങ്ങൾ പോവാൻ നോക്കി. ഇപ്പൊ നേത്രാവതി വരും. ലീഗലായിട്ട് എഴുതി ഒപ്പിട്ട് വന്നാണ് എനിക്ക് കിട്ടിയിരിക്കണം. നാളെ 11 മണിക്ക് ഓപ്പറേഷൻ. ആരുടെ ഓപ്പറേഷൻ? തന്റെ ഓപ്പറേഷൻ. എന്ത് കാര്യത്തിന്? താൻ 2 വൃക്കയെ കൊടുക്കാൻ എഴുതി ഒപ്പിട്ട് വന്നില്ലടോ. തന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോയാൽ നാളെ 11 അത് മുദ്ര ഇല്ല. അതറിയാം. സാധനം പിടിച്ചേ. നേത്രാവതി പിടിച്ചേ. നാളെ എടുക്കോളൂ. പിടിച്ചേ. നാളെ 11 മണിക്ക് ഓപ്പറേഷൻ. ഹലോ, ഓസ്ട്രേലിയയിൽ നിന്ന് ബോസാണ്. ആ, ചോദിക്കും. എന്താ ബോസേ? ഓ, ആണോ? അയ്യോ, ബോസ് വിഷമിക്കണ്ട, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. പേടിക്കണ്ടെന്നേ. ശരി, ഓക്കെ, പേടിക്കാതിക്ക്. കൂൾ. ബോസിന്റെ മറ്റേ കിഡ്നിയും അടിച്ചുപോയി. ഗുഡ്. തക്ക സമയത്താണ് ബോസിന്റെ കിഡ്നി പോയിരിക്കുന്നത്. എങ്ങനെ? എടോ, ഇദ്ദേഹത്തിന്റെ 2 കിഡ്നിയും നമുക്ക് തന്നേക്കല്ലേ, എഴുതി തന്നേക്കല്ലേ? അതെ. ഒരു കിഡ്നി സാറിന് വെക്കുന്നു, അതെ. ഒരു കിഡ്നി നമ്മൾ പറിച്ച് നേരെ ബോസിന് കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? അപ്പൊ എനിക്കെന്ത് കിണ്ടിയാണുള്ളത്? നിനക്കൊരു കിഡ്നി ഇല്ല. നാളെ 11 മണിക്ക് നിന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത്. നാളെ എനിക്ക് ലീവ് കിട്ടൂല. ഞാനിപ്പോ ഓണാവധി കഴിഞ്ഞു വന്നു. നാളെ ലീവില്ലെങ്കിൽ ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തേക്കാം. ശരി, നടക്ക്. എന്റെ പട്ടി വരും. പോടാ. കോമഡി സൂപ്പർ നൈറ്റ് 2-ന്റെ ഇന്നത്തെ അതിഥി ഒരു സകല കലാവല്ലഭനാണ്. നടൻ, നിർമ്മാതാവ്, എഴുത്തുകാരൻ, സംവിധായകൻ, ഈ മേഖലകളിലെല്ലാം തന്നെ കൈവച്ച് പ്രാവീണ്യം നേടിയ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ പ്രതാപ് പോത്തൻ. Raro nasiva kasi agirajesi sigu peteste tabulesi pode popo tabulesi pode popo చెట్టు మీద మ్యాంగోలా నువ్వెంత చక్కగున్నావే చాకులాంటి పిల్లాడే ఎంత షార్పుగున్నాడే చాకొచ్చి మ్యాంగో కోస్తే టాపులేసి పోతే కన్ను కెట్టాబంటే టాపులేసి పోతే కాటులేసాబంటే చాకులేసి పోతే గోడే దుగ్గాబంటే చాకులేసి పోతే డోర్రి కొట్టాబంటే టాపులేసి పోతే టాపులేసి పోతే టాపులేసి పోతే టాపులేసి పోతే కాటులేసాబంటే చాకులేసి పోతే గోడే സർ, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. മുമ്പ് പല വേദികളിലും ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷം ഞങ്ങളുടെ കോമഡി സൂപ്പർ നൈറ്റ് 2-ലേക്ക് വന്നതിൽ. ഞങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങൾ സാറിൻ്റെ അറിയാനുണ്ട്. ആദ്യമായിട്ട് തന്നെ ഞാൻ പറയട്ടെ, മലയാളികളുടെ മനസ്സിൽ സാർ പ്രതാപ് പോത്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്നും ഓർമ്മയിൽ നിൽക്കുന്നത് തകര എന്ന സിനിമ തന്നെയാണ്. ആ കഥാപാത്രം എത്രത്തോളം താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ട്? ഞാനും വിചാരിച്ചില്ല തകര അത്രയും വലിയ കൾട്ട് ഫിലിമാവും. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടത് അതിൽ എന്ന് വെച്ചാൽ ആരും തകരാ പോത്തിനൊന്നും വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞു മണിമുള്ള രാജുമാതിരിയൊക്കെ. സോ തകര ഭരതൻ്റെ, ഞാൻ പത്മരാജൻ, വേണു, ഒരു സ്മോൾ യൂണിറ്റ് ആയിരുന്നു. നമ്മുടെ ഒരു പടം പൊട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പടം ചെയ്തിരുന്നത്.
ഓ ശരി. ആരവം പൊട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഭരതൻ നമ്മളെ വെച്ച് തന്നെ തകരുകയും. സെയിം ടീം. ഓ ഓക്കെ. ആൻഡ് വി പ്രൂവ്ഡ് ഇറ്റ്. ആൻഡ് ഇപ്പം നിങ്ങൾ പറയുന്ന ന്യൂ ജെൻ പിക്ചേഴ്സ് എന്നൊക്കെ പറയുന്ന അതെ, അപ്പോഴത്തെ ന്യൂ ജെൻ പിക്ചർ ആയിരുന്നു. താങ്കൾ സിനിമയിലേക്ക് എത്തിയ രംഗം എങ്ങനെയായിരുന്നു? ഞാൻ സ്റ്റേജിലായിരുന്നു. ആൻഡ് ഐ വാസ് എ കോപ്പി റൈറ്റർ, എന്ന് വെച്ചാൽ അഡ്വർടൈസിങ് കോപ്പി റൈറ്റർ ആയിരുന്നു. ശരി. അങ്ങനെ ഭരതനുമായിട്ട് ഞാൻ ഫ്രണ്ട്സായി. ഓക്കെ. ബിക്കോസ് ഹി കെയിം മദ്രാസ് പ്ലേസിൻ്റെ ആൻഡ്രോക്ലീസ് എന്ന ലാൻഡ് കാണാൻ വന്നു. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരൻ ഐ നെവർ തോട്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സിനിമയിൽ വരും, ഞാൻ വിചാരിച്ചേ ഇല്ല. ഓക്കെ. അപ്പോൾ ആരവം പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ, ബിക്കോസ് ഭരതൻ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പീപ്പിൾ ഐ മെറ്റ്. ആൻഡ് പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോകുമ്പോൾ പുള്ളിക്കാരൻ്റെ ഡ്രോയിങ്സ് ഒക്കെ. ഓക്കെ. അപ്പം അതിലൊരു കൊക്കറക്കോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഓക്കെ. അത് എങ്ങനെയെങ്കിലും ഞാൻ ചെയ്യണം. പക്ഷേ പുള്ളിക്കാരൻ വരച്ചിരിക്കുന്നത് ഭയങ്കര വയസ്സിനായിരുന്നു. ഓ. അങ്ങനെ മസ്ക് അടിച്ചത് മാറ്റി അങ്ങനെ ഞാൻ ആദ്യത്തെ പടം ചെയ്തത്. ഓക്കെ. അപ്പൊ അതിലെ ക്യാരക്ടർ കൊക്കറക്കോ ആയിരുന്നു. കൊക്കറക്കോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭരതനെ എപ്പോഴും വിളിക്കുന്ന കോഴിന്ന്. ഓക്കെ. അങ്ങനെയായിരുന്നു തുടക്കം. ഭരതൻ സാറിന്റെ ഫ്രണ്ട്ഷിപ്പിലൂടെ തുടങ്ങിയ ഒരു സിനിമ വീണ്ടും തകരയിലൂടെ അത് കണ്ടിന്യൂ ചെയ്തു. അഭിനയത്തിൽ നിന്ന് സംവിധാനത്തിലേക്ക് എത്തിപ്പെട്ടത്? അത് ഞാൻ കുറെ നാൾ ആക്ട് ചെയ്തു. പിന്നെ വെരി ഫ്യൂ, നമ്മൾ നോക്കിയാൽ വളരെ ചുരുക്കം ഡയറക്ടേഴ്സ് കാണും, വെരി വെൽ പ്രിപ്പയർഡ്, നമുക്ക് പഠിക്കാനുള്ള ഇത്. ചിലതൊക്കെ വന്ന് സ്പോട്ടിലിരുന്ന് സ്ക്രിപ്റ്റ് എഴുതും. അതെ. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു സിംഗിങ് ആൻഡ് ഡാൻസിങ് സ്റ്റാർ അല്ലല്ലോ. എനിക്ക് ഒരു ലെവൽ വരെ പോകാനൊക്കെ തുടർന്ന് എനിക്കറിയാമായിരുന്നു. സോ ഐ റോട്ട് എൻ്റെ ആദ്യത്തെ പടം വീണ്ടും ഒരു കാതൽ കഥ. അത് എഴുതി എൻ്റെ എല്ലാം പണയം വെച്ച് ഞാൻ ആ പടം എടുത്തു. ബട്ട് ലക്കി ഫോർ മീ അതിന് ദ ഫസ്റ്റ് ഇന്ദിരാഗാന്ധി അവാർഡ്. പ്രണയം എന്ന അർത്ഥത്തിനെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ തന്നെ മാറ്റിമറിച്ച ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഭാഗമാകാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. ഉദാഹരണത്തിന് ഡെയ്സി. ഡെയ്സി ഞാൻ എൻ്റെ സ്കൂളിൽ വെച്ചാണ് എടുത്തത്. ഞാൻ പഠിച്ച സ്കൂളിൽ. അപ്പം എനിക്ക് എല്ലാ സ്ഥലങ്ങളും അറിയാം. അപ്പം അതെനിക്ക് പ്രൊഡ്യൂസേഴ്സ്, സെയിം ഋതുഭേദത്തിന് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു. അതിലും അവർക്ക് പേടിയായിരുന്നു. എല്ലാം പുതിയ ആളുകളാണ്. അവരെ മാറ്റാൻ, അവർ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് കണ്ടപ്പോഴാണ് ഞാൻ കമൽഹാസൻ്റെ റോൾ അതിൽ ചേർത്തുണ്ടാക്കി. കമലിൻ്റെ അടുക്ക ചോദിച്ചു, എടാ നീ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഈ പടം പോക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ചെയ്തു തന്നു. അങ്ങനെയാണ് ഡെയ്സി ഉണ്ടായത്. ഡെയ്സിയിലെ പാട്ടുകൾ അതിഗംഭീരമാണ്. ഈ തലമുറയിലെ എല്ലാവരും തന്നെ പാടി നടക്കുന്ന പാട്ടുകൾ എത്ര നമുക്ക് കേട്ടാലും മതി വരാത്തത്. സർ പാട്ട് പാടുമോ? ഞാനോ? ബാത്റൂമിൽ. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ 2 വരി ഇവിടെ കേൾക്കാം. ഏത്? എനി സോങ് ദാറ്റ് യു ലൈക്ക്. Okay, I'll sing from Yatramozhi, which is my film. Okay, super. കാക്കാല കണ്ണമ്മ കൺമിഴിച്ചു പരമ്മ കന്നിമാനം ചൊന്തിട്ടാരേ കുന്നാര കുന്നേ കുഴിക്കുന്നേ ചൂരകോളം പൊങ്കിട്ടാരേ അവനാ അക്കന്ന ഇക്കാത്ത തിരമ്മ പനമേ ചാഞ്ചത്തും ചായുമേ അക്കത്തും പക്കത്തും കണ്ണാലിക്കോലങ്ങൾ തെക്കന്നം തെയ്യന്നം പാടി കാക്കാല കണ്ണമ്മ കൺമിഴിച്ചു പരമ്മ കന്നിമാനം ചൊതിതാരേ. അടിപൊളി അടിപൊളി. ഞാനിങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു, കണ്ടില്ലല്ലോ എന്താ ലേറ്റ് ആയി വരാൻ? അതിന്റെ കാര്യം പറയണ്ട ചേച്ചി. എന്നാ പറയണ്ട പൊക്കോ. അല്ല പറയാ അല്ല 7 രൂപ ബസ് ചാർജ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ബസ്സിനല്ല നടന്നാ വന്നേ. അയ്യോ, എന്നിട്ട് എന്തെറ്റി? അല്ലെന്നേ ബസ് നടന്നു വന്നുകൊണ്ട് ആകെ ക്ഷീണിച്ച അവസരമായി ഞാൻ 20 രൂപയ്ക്ക് ജ്യൂസ് കുടിച്ചു. എന്നാ പിന്നെ കുറച്ച് പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കായിരുന്നില്ലേ ക്ഷീണം മാറ്റാൻ? അതിനെന്തെങ്കിലും പൈസ ഇല്ലല്ലോ, ആകെപ്പാടെ 20 രൂപ ഉള്ളല്ലോ. നന്നായി. ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ അവിടെ പണിയെടുപ്പിക്കും അവര്. ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അല്ല, ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ പണിയെടുപ്പിക്കും. അരി ആട്ടേണ്ടി വരും. അങ്ങനെയാണെങ്കിലേ പാത്രം ബാങ്കിൽ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കായിരുന്നാല് ബാങ്കിൽ ജോലി കിട്ടുമല്ലോ അല്ലേ? കൊള്ളാമല്ലോ. പേരെന്താ? സൂരജ്. സൂരജ്. നല്ല കണ്ണ്.
കണ്ണാന്ന് വിളിച്ചോട്ടെ എന്നെ? കണ്ണാണോ? എന്നെ എല്ലാരും കുട്ടാന്ന് വിളിക്കുന്നത്. എന്തിനാ കണ്ണാന്നൊക്കെ വിളിക്കുന്നത്? നല്ല കണ്ണുണ്ട് നിന്ന്. സൗന്ദര്യം കണ്ടിട്ടായിരിക്കും. കണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ടോ? ഓ, അങ്ങനെയാണെങ്കിൽ ഈ ചേട്ടൻ എന്റെ കാലിന്റെ സൗന്ദര്യം കാണുന്നത് നന്നായി. എന്നെ കാലാന്ന് വിളിച്ചു. പക്ഷെ എന്റെ ചേച്ചിക്ക് ഇഷ്ടം എന്റെ കാലാന്ന്. അവളെപ്പോഴും എന്നെ കാലാന്ന് വിളിക്കുന്നു. അല്ല, ഇന്നിപ്പോ എന്താ സ്കൂള് ഒന്നുമില്ല? അല്ല, ഇന്ന് അവധിയല്ലേ? ഓ ശരിയാ, ഈ ഈടായിട്ട് കുറെ അവധികൾ, ഈദ്, ഓണം, പൂജ, ഹോളിഡേസ് ഇതൊക്കെ വരുന്നുണ്ടല്ലേ? ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഓണത്തിന് 10 ദിവസം ലീവ് ഉണ്ടല്ലോ, അതിന്റെ ഇടയിലായി പോയി ഈ ബക്രീദിന്റെ ഒക്കെ ലീവ്. അപ്പൊ അത് കാരണം ഒരു സുഖമില്ലായ്മ. മോശമായി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മോശമായി. അല്ല, അങ്ങനെ പറയാൻ പാടില്ല. ഓണം മോശമാണ് അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഏതൊരു ഉത്സവത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കാനുണ്ടാവും. അതറിയോ? ഓണം നൽകുന്ന സന്ദേശം എന്താണെന്നറിയോ സൂരജിന്? എന്താ? നമ്മളൊന്ന് കുനിഞ്ഞു നിന്നാ മതി, അപ്പൊ തന്നെ ചവിട്ടി തളിച്ചോളും. അത് ശരിയാണ്. അല്ല, മുസ്തഫ വന്നിട്ടുണ്ടോ? മുസ്തഫ ഞാൻ കുറച്ചു മുമ്പ് കണ്ടു, ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. എന്തേ? ഞാൻ പോയിട്ട് വരാം. ഒന്നും ചോദിക്കാന്നില്ല. ഇന്നെന്താ വേഗം പോണേ? ഇല്ല, ചോദിക്കാൻ വേറെ കാര്യണ്ട്. ഞാനേ അയ്യോ, എന്തോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചുവപ്പ് ടീഷർട്ട് ഇട്ടുണ്ടായിരുന്നു അല്ലേ? എന്തേ? അല്ല, ഞാനും കൂടി കറുപ്പ് ടീഷർട്ട് ഇട്ട് ആയിരുന്നു. വേണമെങ്കിൽ മാറ്റിട്ട് വന്നോളൂ. മാറ്റിട്ട് വരാം. ഓക്കെ, ശരി. സാറിന്റെ തലമുറയിൽ നിന്നും ഇപ്പോഴത്തെ തലമുറയുടെ കൂടെ സാർ ഒരുപാട് സിനിമകൾ ഇപ്പോൾ റീസെന്റ് ചെയ്തു. എന്ത് വ്യത്യസ്തതയാണ് സാറിന് ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അപ്പം ഞാൻ സിനിമയിൽ കയറുമ്പോൾ എനിക്കൊരു 24 വയസ്സ് 25 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ഞാൻ ആക്ട് ചെയ്യുന്നവരൊക്കെ എൻ്റെ ബ്രദേഴ്സിൻ്റെ ക്ലാസ്മേറ്റ്സ്, സോമേട്ടൻ, ഉമ്മറേട്ടൻ, അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ്. അതുകൊണ്ട് ദ ഡിഫറൻസ് ഞാൻ കണ്ടത്, ഞാൻ ആദ്യം 22 ഫീമെയിൽ കോട്ടയത്തിലാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല, ഞാൻ മലയാളം സിനിമ ഒന്നും കാണാറില്ലായിരുന്നു. ഞാൻ അഡ്വർടൈസിങ് ഫിലിംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഫഹാദിനെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഐ ഫൗണ്ട് ദം ടോട്ടലി ഡിഫറെൻറ്റ്. ഐ മീൻ കമ്മ്യൂണിക്കേഷൻ ഈസി ആയിരുന്നു. ആൻഡ് ഫഹാദ് എൻ്റെ സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. സോ ഇറ്റ് വാസ് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എവരിവൺ. അതൊരു ഭയങ്കര ആക്ടിംഗ് ലെവലിലും അത് ആ റാപ്പോ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ റാപ്പോന് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അയാളും ഞാനും തമ്മിൽ അതിലെ ഡോക്ടർ സാമുവൽ, ആ കഥാപാത്രം എത്രത്തോളം താങ്കളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാന്നറിയോ, ഒരു 2-3 ദിവസം മുമ്പേ എൻ്റെ അടുത്ത് ഒരു പയ്യൻ വന്നായിരുന്നു. ശരി. His eyes were teared up. എൻ്റെ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച്, സാറേ താങ്ക് യു. ഞാൻ പറഞ്ഞു, എന്തിനാ താങ്ക്സ്? പറഞ്ഞു, ഞാൻ അയാളും ഞാനും കണ്ടിട്ടാ. അവൻ ഫസ്റ്റ് MBBS പഠിക്കുക, സാറിനെ പോലെ ഒരു ഡോക്ടറാണോ. നല്ല വേല അവൻ 22 ഫീമെയിൽ കോട്ടയം കണ്ടില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ I was wondering how they called me for this picture. It has a lovely role. It is an orthobact role. എന്ന് വെച്ച് ഞാൻ ആദ്യം രാജുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, പൃഥ്വിരാജ്, ഇത് നമ്മൾ നസറുദ്ദീൻ ഷാനെ വിളിക്കാണ്ടിരുന്നതാണ്. എനിക്കങ്ങ് പേടിച്ചു. എന്നാ, നസീർ ഇസ് മൈ ഹീറോ. ഐ തിങ്ക് ഈസ് എ ഗ്രേറ്റ് ആക്ടർ. അങ്ങനെ ശരി ചെയ്തു നോക്കി, came out well. ലക്കാന്ന്. അതെ, ഒരു ദൈവാനുഗ്രഹം എപ്പോഴും, ഒരു പുഷ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. യെസ്, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ആ പുഷ് നമുക്ക്, പോസിറ്റീവ് എനർജി നമുക്ക്. ഈ 22 ഫീമെയിൽ കോട്ടയം ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ നീസ് പോയി, എങ്ങനെയാ നിങ്ങൾ അങ്ങയുടെ ഫ്രണ്ട് ആകുന്നത്, സച്ച് എ ഡേർട്ടി ഫെലോ എന്നൊക്കെ പറഞ്ഞു. ഏറ്റു ആ പടം. അതെ, ആ ക്യാരക്ടർ ഏറ്റു ജനത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇനി സർ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉണ്ട്. ഒന്ന് ഞാൻ ചെയ്യാൻ ഇരുന്ന, ഞാൻ 1 വർഷം സമയമെടുത്തു. ആൻഡ് ഐ walked out of it. I didn't like the script, so I walked out of it. Okay. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സ്ക്രിപ്റ്റ്. ബിക്കോസ് എന്ന് വെച്ചാൽ നമ്മളത് എടുത്താ വയസ്സം കൊണ്ടുപോയി ചെറിയ പെണ്ണിൻ്റെ സ്ക്രിപ്റ്റ് മോശമാക്കിയെന്ന് പറയും. അത് വേണ്ട എനിക്ക്. വയസ്സിൽ നല്ലോണം സിനിമ ഉണ്ടാക്കാൻ അറിയാം. എന്തത് ഭൂമിക്ക് കാറ്റടിച്ച പോലെ നടക്കണം?
ഭൂമിക്ക് കാറ്റടിച്ചൊന്നുമല്ലെന്ന് എന്റെ ഒരു കാലം ഷൂ കണ്ടില്ല ആ ചെറുക്ക എടുത്തോണ്ട് പോയിരിക്കും സൂരജ്. ആ അതല്ലേ ഇങ്ങനെ നടന്നു അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു മമ്മൂക്കയായിട്ട് നടന്നു വരുവാന്ന്. എന്താ മമ്മൂക്ക വരുന്ന പോലെ. ഇത് അങ്ങനെ തോന്നിയത് ഇത് തന്നെ കറക്റ്റ്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് പറഞ്ഞു, പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. കാരണം അമ്മ ഇങ്ങനെ പറയും, പക്ഷെ രചനയോട് പറഞ്ഞപ്പോ കറക്റ്റ് മമ്മൂട്ടി ആയിരിക്കും, അല്ല പിന്നെ അങ്ങനെ പറയത്തില്ലല്ലോ. ശരിക്കും അത് അങ്ങനെ കേൾക്കണ്ട കേട്ടോ, അങ്ങനെ കേൾക്കണ്ട. അല്ലല്ല, പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും സാറേ, കറക്റ്റ് രൂപമായിരിക്കും. അങ്ങനെ തോന്നിയെങ്കിൽ പിന്നെ അത് ഓക്കെ ആയിരിക്കും. അല്ല ആരൊക്കെ പറഞ്ഞ പിന്നെ? അത് ഷുക്കൂർ, ഷമീർ, ബഷീർ, പിന്നെ ഒരു ഷബീഖ്. ഇവരൊക്കെ നാട്ടിലുള്ള എന്താ ചെയ്യണ ഇവരൊക്കെ? മരുന്ന് പടത്തുള്ള ദിവസം നഴ്സറി പോയി കാണും, പയ്യന്മാര് പോയി പഠിക്കട്ടെ. നഴ്സറി പിള്ളേരാണോ പറഞ്ഞത്? അയ്യോ, പിള്ളേർ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കാരണം ഈ പിള്ള മനസ്സിൽ കള്ളവില്ലെന്നാ പറയുന്നത്. അപ്പൊ പിള്ളേർ പറഞ്ഞാൽ കറക്റ്റ് മമ്മൂട്ടി, അച്ഛനും പുത്രം മാറ്റമില്ല. കറക്റ്റ് അല്ല മമ്മൂട്ടി. ഷൂ തിരക്കിട്ട് എന്താ നമ്മുടെ ഫ്ലോറിൽ നമ്മള് ചാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ? അല്ല ഈ ഷൂ പോയി കഴിഞ്ഞാൽ ഫ്ലോറിലും തപ്പണമെന്നാണല്ലോ പഴമൊഴി. അതിന്റെ പുറത്ത് ഞാൻ വന്നേ. കുന്തം പോയി കഴിഞ്ഞാൽ കുടത്തിൽ തപ്പണം എന്നല്ലേ പറയാ? അല്ല അത് നിങ്ങൾക്ക് കുന്തമായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ ഷൂ ആവരുത്. ഇത് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കല്യാണ പാർട്ടിയുടെ അടിച്ചോണ്ട് വന്നതിന്റെ പാട് നിങ്ങൾക്ക് അറിയാം. ഒരു കല്യാണ പാർട്ടിക്ക് പോകാനായിട്ട് മേടിച്ച ഇട്ടതിന്റെ പാട് നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം ആ ഷൂ ആണ് ഇല്ലാതായത്. ഞാനിപ്പോ എന്ത് ചെയ്യും, എന്റെ ഷൂ വേണ്ട എനിക്ക്. അത് ശരിയാണ്, അത് അവിടെ എവിടെയെങ്കിലും കാണും, അവിടെ പോയി തപ്പു. ഇവിടെ നമ്മൾ സാറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കില്ല. സാറിന് അറിയില്ലേ പ്രതാപ് സാറ്, നമ്മുടെ പണ്ടത്തെ തകരാ സിനിമ? അയ്യോ, പണ്ടത്തെ തകരാണ് തുരുമ്പടിച്ചാണ് കൊടുത്ത് കാശ് മേടിക്കാൻ നോക്കും. എന്തിനു വെച്ചിരിക്കുന്നത്? എന്താണ് പിന്നെ സൂക്ഷിച്ചു നോക്കൂ ഇത് ആരാണെന്ന്. പ്രതാപ് പോത്തൻ സാർ. പ്രതാപ് പോത്തൻ സാറ്? അല്ല ഇതിപ്പോ സാറിനെ രചന എന്തിനാ എന്നെ പരിചയപ്പെടുത്തുന്നത്? സാറിനെ അറിയാത്ത ആരാ ഉള്ള ഈ നാട്ടില്? ഈ ലോകത്തുള്ള സകലർക്കും അറിയാം പ്രതാപ് പോത്തൻ സാറിനെ. എനിക്ക് നേരത്തെ പോലെ അറിയാം. ഇതിപ്പോ സാറിനെ എനിക്ക് പരിചയപ്പെടുത്തുന്ന കാര്യമുണ്ടോ ഇത്? ഇതിപ്പോ സാറ് കേട്ടോണോ സാറേ, ഇപ്പൊ എന്റെ പേരക്കട കൊച്ചി ഇറക്കാം 1.5 വയസ്സുള്ളവൻ, അവൻ കഴിഞ്ഞ ദിവസം ടി വിക്കകത്ത് തകര സിനിമ കണ്ടോണ്ടിരിക്കുന്നു. അവൻ എന്നെ വിളിച്ചൊരു ഉപ്പാതെ പ്രതാപൻ സാറ് ടി വിക്കകത്തുന്നു. തകര സിനിമ ഞാൻ തകർന്നു പോയത് കേട്ടപ്പോ. കാരണം കുഞ്ഞിന് വരെ അറിയാം ആ ആളിനെ എനിക്ക് പരിചയപ്പെടുത്തണോ. ഒരു കാര്യം ചെയ്യും, വേണ സാറിനെ ഞാൻ രചനയ്ക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മൾ അത്ര ബന്ധമുണ്ട്. ശരി, അതൊക്കെ പോട്ടെ. സാറിന് ഇത്രയും ബഹുമാനവും സ്നേഹവും എല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് ആ ബഹുമാനം ഒന്നും ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ. സാധാരണ ഒരു സല്യൂട്ട് ഒക്കെ കാണേണ്ടതാണല്ലോ. അച്ഛാ, അത് ബഹുമാനക്കുറവുകൊണ്ടല്ല സല്യൂട്ട് അടിക്കാത്ത. ഈ ഒറ്റക്കാല ചൂട്ടോണ്ട് തലപിടിച്ചാൽ മോണെ അടിച്ചാൽ താഴെ കിടക്കും. അറിയാതെ മറ്റേ കാലം അടി എനിക്ക് അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അടിക്കാതെ, ബഹുമാനക്കുറവല്ല സാറേ അത്. തൽക്കാലം മുസ്തഫ ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാം. ഞാൻ എന്തായാലും വന്നു, ഇപ്പൊ സാറിനെ കണ്ടു, അതെന്റെ ഒരു ഭാഗ്യം. അപ്പൊ സാറിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം കേട്ടാ. സാറേ നമസ്കാരം, ഞാൻ സെക്യൂരിറ്റി മുസ്തഫ, ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. എന്റെ കാലിലെ ഷൂ ഒരു ചെറുക്കമുണ്ട് ഇവിടെ, നേരത്തെ വന്ന് കാണും, അവൻ അടിച്ചോണ്ട് പോയി, അതാണ് സംഭവം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ സാറിനൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഞാൻ ഈ സെക്യൂരിറ്റി പണി ഞാൻ മടുത്തു സാറേ. മടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്തൊന്നും ഒരു മോചനമില്ല. കാരണം ഇവിടെ ഓണത്തിന് പരിപാടി നടന്നപ്പോൾ ഇവരെല്ലാവരും സെറ്റ് സാരി കൊടുത്തു, ഇവിടെ വന്നവരെല്ലാവരും ജുബായി മുണ്ടുക കൊടുത്തു, അടിപൊളിയായിട്ട് നടന്നു. ഞാൻ മാത്രം ഈ യൂണിഫോമിനകത്തൊന്നും ഇറങ്ങാതെ ഞാൻ ഇങ്ങനെ നടക്കും. ഒരു മോചനമില്ല എനിക്ക് ഇതിനകത്ത്. അതങ്ങനെ വീട്ടിൽ പോയി ഊരിയിടും. ഞാൻ വീട്ടിൽ ചെന്ന് ഈ ഷർട്ട് ഒരു ആങ്കറിലോട്ട് ഇടും, ഇവിടുന്ന് കോൾ വരും, അപ്പോഴേ എടുത്തിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തലൂട്ടടി. ഇത് തന്നെ കളി. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് മോചനമില്ല സാർ. അപ്പോൾ സാറൊരു കാര്യം ചെയ്യണം, ഒരു ഉപകാരം ചെയ്യണമെന്ന് വെച്ചാൽ സാറിൻ്റെ ഒരു സിനിമയിൽ എനിക്കൊരു അവസരം തരും. അങ്ങനെ ഞാൻ സിനിമ നകന്നു, ഇത് ഊരി കളഞ്ഞിട്ട് പിന്നെ എനിക്ക് പോലീസുകാരും പട്ടാളക്കാരനൊക്കെ ആയിട്ട് പല കോസ്റ്റ്യൂമിൽ പല ഡ്രസ്സിൽ ഇങ്ങനെ നിൽക്കുന്നു. അതങ്ങനെ നല്ല ഐഡിയ അല്ലേ സാർ? ഒരു അവസരം എനിക്ക് ഒരു സിനിമയിൽ ഒരവസരം തന്നെ ഞാൻ രക്ഷപ്പെടും. ഒറ്റ അവസരം എനിക്ക് തരുവാണെങ്കിൽ സാറൊന്ന്. കഥ വല്ലതും ഉണ്ടോ അതിൻ്റെ? കഥ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനം ഉണ്ട്. കഥയുണ്ട്, സംഭവം, എല്ലാ സംഭവം ഉണ്ട്. പ്രൊഡ്യൂസർ ഞാനല്ലേ ചെയ്യുന്ന പ്രൊഡ്യൂസർ. അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. കാശ് വേണ്ട സാറേ, കാരണം കുറഞ്ഞ ചെലവിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ചെലവ് ചുരുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്രൊഡക്ഷൻ ഫുഡും കട്ട് ചെയ്യും. ഫുഡ് വേണ്ട, ഫുഡ് ഫുള്ളും കട്ട് ചെയ്തു. അല്ല അതിപ്പോ നിർബന്ധമാണ്, നമുക്കൊരു ഓരോ ഗോലിസോടെ ഓരോ ഏത്തക്ക കട്ടം കൊടുക്കാം. രാവിലെ ഉച്ചയ്ക്കും മറ്റും കൃത്യമായിട്ട് ഞാൻ കൊടുക്കും. ഇനി അതല്ല, ഊണ് വേണമെന്ന് നിർബന്ധമുള്ളവര് ഒരു കാര്യം ഞാൻ ചെയ്യാം, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോട്ടെ. അതാകുമ്പോൾ എനിക്കും കഴിക്കാം, അല്ലെ വീട്ടിൽ പോയി കഴിച്ചോട്ടെ. വിഷയമുള്ള കേസല്ലല്ലോ. പിന്നെ ചിലവുള്ള കേസ് എന്ന് പറഞ്ഞാൽ ക്യാമറ. ഏറ്റവും ചിലവുള്ള ക്യാമറയാണ്. ആ ക്യാമറ നമ്മൾ കട്ട് ചെയ്യും. ഡ്രാമോ സിനിമ എടുക്കാൻ പോകുന്ന ഡ്രാമോ സിനിമ അല്ല, എന്നിട്ട് നമ്മൾ ഈ മൊബൈൽ ക്യാമറ ഷൂട്ട് ചെയ്യും. എന്റെ മൊബൈൽ ക്യാമറ നമ്മള് ഷോർട്ട് ഫിലിം അല്ല, സിനിമ ചെയ്യുന്നു നമ്മള്, അങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ട്. പിന്നെ അത് തന്നെയല്ല, കഥ ഉണ്ട്. ഞാൻ പറഞ്ഞ നല്ലൊരു ഗായകനാണ്, നല്ലൊരു നടനാണ്, കൂടാതെ ഏറ്റവും നല്ലൊരു തിരക്കഥാകൃത്താണ്, നല്ലൊരു കഥയുണ്ട് കൈവശം. സൂപ്പർ ഒരു കഥയുണ്ട് സാറേ. എന്താ കഥ? അല്ല സാർ, ഇപ്പൊ ഞാൻ സാറ് ഡയറക്ടറാണ്, സാറിനോട് പറയാൻ എനിക്ക് മടിയുണ്ട്. വേറെ ഒന്നും ഞാൻ ഒരുപാട് അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു ഡയറക്ടർ സാറിന്. അങ്ങനെ പറഞ്ഞ ആ പടങ്ങൾ പലതും ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്നെ പറ്റിച്ച് അവര് സിനിമ എടുത്തു കഴിഞ്ഞു ഓൾറെഡി. സാറിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. സാറിന്റെ ഇഷ്ടം പോലെ കഥകളും നല്ല എനിക്കറിയാം, സാറിന് അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ള എന്റെ അനുഭവം ഞാൻ പറഞ്ഞെന്നുള്ളൂ സാറേ. അപ്പൊ ഈ കഥ എന്ന് പറഞ്ഞാൽ സൂപ്പർ കഥ, അതായത് ഗ്രാമീണ പശ്ചാത്തലത്തിലൊരു കഥയാണ്. സൂപ്പർ കഥ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് സംഭവം. 100 ദിവസം ഓടുന്നുള്ള. അപ്പൊ കഥയാണെന്ന് പറയാം. സാറിന് ഇഷ്ടപ്പെടുമെന്ന് നോക്കും. അടിച്ചു മാറ്റണ്ട, എനിക്ക് സാറിന് ഇഷ്ടപ്പെടുമെന്ന് നോക്കിയാൽ.
അപ്പൊ ഈ കഥയെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ പണ്ട് ഒരു സെക്യൂരിറ്റിക്കാരനുണ്ടായിരുന്നു, സെക്യൂരിറ്റി മുസ്തഫ. അപ്പൊ സെക്യൂരിറ്റി മുസാഫർ. സെക്യൂരിറ്റി മുസാഫർ. ഈ സെക്യൂരിറ്റി മുസാഫറിന്റെ അച്ഛൻ ഒരു പോലീസുകാരനാണ്. കേട്ടോ സാറേ, ഒരു പോലീസുകാരനാണ്. അതായത് ഹെഡ് കോൺസ്റ്റബിൾ അച്യുതമ്പിള്ള. ഹെഡ് കോൺസ്റ്റബിൾ മുഹമ്മദ് കോയ. ഹെഡ് കോൺസ്റ്റബിൾ മുഹമ്മദ് കോയാണ് ഈ അച്ഛൻ. അങ്ങനെ ഈ പുള്ളി പോലീസുകാരൻ ഒരു ദിവസം ഇങ്ങനെ മാർക്കറ്റിൽ കൂടെ വൈകുന്നേരം ഡ്യൂട്ടി ചെയ്യുന്ന നടക്കുക. ആ സമയത്ത് ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ഗുണ്ടയുണ്ട്, കീരിക്കാടൻ ജോസ്. കീരിക്കാടുള്ള പയ്യന്റെ പേരെന്തോന്നടാ അത് എനിക്കറിയാം. ആ കീരിക്കാടൻ മറ്റേ ജാഫർ. കീരിക്കാടൻ ജാഫറുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ അടി ഉണ്ടാകുന്നു മാർക്കറ്റ് വെച്ച്. ഈ അടി ഉണ്ടാകുന്ന സമയത്ത് ചെറുക്കൻ സെക്യൂരിറ്റിക്കാരൻ അവൻ നോക്കിക്കൊണ്ടിരിക്കുവോ, അവൻ നേരെ കയറി ഇതിനകത്ത് ഇടപെട്ട് അവരെ ഒന്നും ഒറ്റയും പറഞ്ഞ് വഴക്കായി വിജയമായി ഇവൻ കമ്പിപ്പാരെടുത്ത് തലക്കടിക്കുന്നു. ആള് അങ്ങനെ തീരുന്നു. ആ സമയത്ത് ഇവന്റെ ഒരു അമ്മാന്റെ മോളോട്ട് പ്രണയമുള്ള സമയമാണ്. അങ്ങനെ ഈ പെണ്ണ് പേരെ കല്യാണം കഴിച്ച് പോകുന്നു. ഈ സമയത്ത് ഇവന്റെ അനിയൻ ചെറുക്കൻ MBBS പഠിക്കും. ഈ പിന്നെ സെക്യൂരിറ്റിക്കാരൻ്റെ MBBS പഠിക്കുന്നു. പിന്നെ ഒരു പെങ്ങളുണ്ടായിരുന്ന ആ കൊച്ചി ഇങ്ങനെ പഴച്ചു പോകുന്നു, വേറെ വിഷയമായിട്ട് പോയി സാറേ. അങ്ങനെ ഫാമിലി മൊത്തം വിഷയമായിട്ട് അവസാന സമയത്ത് ഈ സെക്യൂരിറ്റിക്കാരൻ കണ്ണീർ പൂവിന്റെ കയ്യിൽ തലോടി ആ പാട്ടും പാടി ക്ലൈമാക്സിൽ ഇങ്ങനെ പോകുന്നു. കിടന്ന കഥ ഈ കണ്ണീരോട് കൂടി ഒരു കഥയും ഒരു പാട്ടും പാടി ഇങ്ങനെ പോകുന്നു. അതാണ് കഥ. കിരീടം എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ട്, അതിന്റെ കഥയാണ്. ഇറക്കി കാണും. എനിക്കറിയാം ഇതെന്റെ മനസ്സിലുള്ള കഥ. അപ്പോഴേ ഇറക്കിയാണ്ട സാറേ. നമ്മൾ മനസ്സിൽ കാണുന്ന കഥ ഇറക്കുക സിനിമയിൽ. ഇതെന്ത് ചെയ്യും, നമുക്ക് ജീവിക്കേണ്ട സാറേ. ഇതാണ് ഈ പ്രശ്നം. എത്രയോ മുമ്പ് വന്നൊരു സിനിമയാണ് ഇത് എത്രയോ മുമ്പ് എന്റെ മനസ്സിലുള്ള കഥയാണ് പൊന്നു രചന. അതെന്താ മനസ്സിലാക്കാത്തത്? അത് കോപ്പി അടിച്ചതല്ലേ. അതുകൊണ്ട് സാറേ എനിക്കൊരു അവസരം തരുന്നു, ഞാൻ സിനിമയിൽ രക്ഷപ്പെടുന്നു. അങ്ങനെ ഞാൻ മുസ്തഫ ഇപ്പൊ ഇതൊന്നും ഇവിടെ നടക്കാൻ പോണില്ല. തൽക്കാലം ഞാൻ മുസ്തഫയ്ക്ക് ഒരു ഷൂ മേടിക്കാനുള്ള കാശ് തരാം. അയ്യോ, ഒരു ഷൂ ആട്ടിയാൽ എന്ത് കാര്യം? എനിക്ക് 2 കാലിന്റെ 2 ഷൂ വേണ്ടേ? തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു പെയർ ഷൂ മേടിക്കാനുള്ള കാശ് തരാം. ഒന്നങ്ങട് ഓടിച്ചെരുപ്പ് അത് മതി. ഉറപ്പൊന്ന് തരുമോ? തരും. സാർ കേട്ടാണ് ഇനി മാറ്റി പറയില്ലെന്ന് പറയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെനിക്ക് വേണ്ട. ഒറ്റക്കാലം പിന്നെ ചൂട്ടുണ്ടായിരുന്ന വേറെ പുതിയ മേടിച്ചു തരികയല്ലേ എനിക്ക്. ഇത് വേണ്ട എനിക്ക്. ഇത് പോട്ടെ. ഇത് പോട്ടെ. ഇത് ആരാ കൊണ്ടുപോട്ടത്? ഒരു പട്ടി കടിക്കുന്നത് നോക്കുന്നു. അയ്യോ, ആ പട്ടി വിശന്നിരിക്കുന്ന പട്ടി കടിച്ച് ഇറച്ചി കഷ്ണം ഒന്ന് ഓർത്ത് കടിച്ചോണ്ട് പോകണം. അയ്യോ, കൊണ്ടുപോകണ്ടോ? ഇന്ന് പെരുന്നാൾ, ഇന്നും നാളെ മറ്റന്നാൾ കൂട്ടുകാർക്കെല്ലാം കൊണ്ടുപോകും. എല്ലാം കൊണ്ട് കടിച്ച് കഴിഞ്ഞപ്പോ അതിലോട്ട് കൊണ്ടുപോകും. കട്ടിക്കോ അങ്ങ് കൊണ്ട എടാ, നീ നിന്നെ തിരക്കാൻ തന്നെ നീയാണ് എന്റെ ഷൂ എടുത്തത്. നോക്കിയാ ഇത്രയും വലിയ ഷൂ അവന്റെ കുഞ്ഞുകാലിനകത്ത് പാകമാകാൻ നോക്കാൻ. ഇതാണ് നിനക്ക് പാകമാകുന്ന ഷൂ. എടാ, നിനക്കത് പറയാം. ഇവിടെ ഷൂ ഇല്ലാത്തൊരു സല്യൂട്ട് പോലും അടിക്കാൻ ഞാൻ പെട്ടെന്ന് ചെയ്യും. ഞാൻ വേറെ ഒന്നും പറയുന്നില്ലേ. ഇതെന്റെ ഷൂ അല്ലേടാ. ഇതെന്റെ ഷൂ അല്ലേ മോനെ. അതെന്തോ മുസ്തഫന്റെ ഷൂ അല്ലേ? ഇതിപ്പോ പാകമല്ലാത്ത നീ തിരിച്ചു തന്നില്ലടാ. ഞാൻ പാകാവുണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് ഇട്ടു. എന്റെ ഷൂ ഇതിനകത്തായി. ഇതിനകത്തുണ്ട് നോക്ക്. അയ്യോ, ഇതായിരിക്കുന്നു. നീ എന്ത് കാര്യത്താണ് അതെടുത്തിട്ടത്? കൊണ്ട് കാണിക്കുന്നത്. മുസ്തഫ കിട്ടിയില്ലേ? നീ ചെല്ലു. ഇനിയിപ്പോ കാര്യമായി. ഞാൻ ഷൂ ഇല്ല, ഞാൻ ഒറ്റക്കാലെ കിടന്നു. അയ്യോ, എന്റെ മറ്റേക്കാലിന്റെ എന്തിയെ? അതാ ചെറുക്ക ആ നിമിഷ സമയം കൊണ്ട് അവൻ അത് അഴിച്ചോണ്ട് പോയി. പിന്നല്ലാതെ നേരത്തെ അങ്ങോട്ട് എറിഞ്ഞിട്ട് ഒരു പട്ടി എടുത്തോണ്ടോന്ന് പറഞ്ഞു. അയ്യോ, ഒറ്റ സെക്കൻഡ്. ഞാൻ ഹലോ പട്ടി, ഹലോ, ഞാനൊരു 10 കിലോ ഇറച്ചി വേറെ മേടിച്ചു തരാം. എന്റെ ഷൂ കയറാവോ? വലിയ വിഷയം സല്യൂട്ട് അടിച്ചാൽ ഇവിടെ കയറ്റത്തിലാവണ്ട. ഹലോ സാറേ. അയ്യോ, ഒരു സാറേ എന്നെ എടുത്തോണ്ട് പോയി സാറേ. സാറേ നിൽക്കും പട്ടി നിൽക്കാറ്. ഓക്കെ, നമുക്കൊരു യാത്രാമൊഴി എന്ന ചിത്രത്തിലേക്ക് വരാം. 2 ആക്ടിംഗ് ലെജൻഡ്സ്, ശിവാജി ഗണേശൻ sir and Lalaten. How did you manage to do that? Like, I was very lucky. My bag is lucky. And Shivaji sir number ഒരു icon. അങ്ങനെ നമ്മുടെ ക്യാമറയുടെ മുമ്പേ വന്ന് നിൽക്കുന്നത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. ആൻഡ് ഓൾ ഓഫ് ദം എല്ലാവരും ആ പടത്തിലുള്ള എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ചിലരും കൂടെ ഒരു സീനിൽ കൂടെ വന്നാൽ കൂടെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി ഐ ലൈക്ക് ദാറ്റ് മൂവി a lot. I was telling you അല്ലേ, ലൈക്ക് ആ പാട്ട് നേരത്തെ പാടിയപ്പോൾ തന്നെ such an awesome movie. ഇപ്പോഴും ഓർത്ത് വെക്കാവുന്ന ചില മുഹൂർത്തങ്ങൾ കാണും ആ സിനിമയിൽ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ പ്ലീസ്? ശിവാജി സാറിന് ഒരു പേസ് മേക്കർ ഉണ്ടായിരുന്നു. പുള്ളിക്കാൻ 4 മണിക്കൂർ വർക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ബട്ട് വി യൂസ് ടു ഫിനിഷ് മോർ ബിക്കോസ്
കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു ഞങ്ങളുടേത്. പുള്ളിക്കാരൻ വലിയ പരിചയമില്ലായിരുന്നു മലയാളം ആർട്ടിസ്റ്റിനെ എല്ലാം. ലാലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് തിലകനെ ആദ്യമായിട്ട് കാണുമായിരുന്നു. തിലകൻ വന്ന് ഇങ്ങനെ സീൻ ചെയ്ത് പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കിയിട്ട് ഡേയ് ഇവൻ നല്ല ആക്ടർഡാ പേര് തിലകൻ எல்லாம் மலையாளித்தான் பசங்க சேர்ந்து என்ன பார்க்குறீங்களா? ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, എനിവേസ് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ സാറിൻ്റെ ഞങ്ങൾക്ക് കാണണം. നല്ല നല്ല മൂവീസ് ഞങ്ങൾക്ക് ഇനിയും പ്രേക്ഷകർ എന്ന നിലയ്ക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാം നടക്കട്ടെ എന്ന് അതെ എന്താണ് ഞാൻ ആ പട്ടിയുടെ പറയാ ഷൂ എടുക്കാൻ പോയപ്പോഴേ ഇവൻ അകത്തുനിന്ന് ഒരു സാധനം എടുത്തോണ്ട് ഓടിക്കളഞ്ഞു. എന്താണ് ചേട്ടറാ സാറിന് ഗിഫ്റ്റാണ് എടുത്തോണ്ട് ഞാൻ വിചാരിച്ചവൻ ഇവന് ഈ കളതവാണ്ട് പിന്നെ അല്ലല്ല, ഇത് ഗിഫ്റ്റ് അല്ലേ? ഇത് നമുക്ക് പ്രതാപ് സാറിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആണ് സാർ. ഇത് നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ് 2-ലൂടെ പരക്കാട് ജ്വൽസ് സാറിന് വേണ്ടി തരുന്ന സ്നേഹ സമ്മാനമാണ് തങ്കത്തിൽ പൊതിഞ്ഞ ആന. തങ്കം തന്നെയാണോ? അതെ, 1 ഗ്രാം തങ്കം. ഇത് തിരിച്ചു കൊണ്ടുവയ്ക്കോ? നിങ്ങളെ വിശ്വാസം നിങ്ങൾ മമ്മൂട്ടിയാന്ന് പറയുന്നില്ലേ? നിങ്ങളെ കണ്ട അത്ര വലിയ Thank you so much. Officially, it was our pleasure to. കാണാൻ ഇങ്ങനെ അടുത്ത് സംസാരിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല. പേഴ്സണലി പറയാണ്. ഒഫീഷ്യലി നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ് 2-ന്റെ ഹോൾ ടീമിൻ്റെ ഹോൾ ക്രൂവിൻ്റെ വക താങ്ക് യു സോ മച്ച്. ഇനിയും വരണം, ഞങ്ങൾ ഇനിയും വിളിക്കും. നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയും ചിരിക്കാനുള്ള സമയങ്ങളുണ്ട്. അത് വരും അധ്യായങ്ങളിലായിരിക്കും. നമുക്ക് ഇനിയും കാണാം അടുത്ത എപ്പിസോഡിൽ. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2.